നമ്മുടെ ടെസ്റ്റ് എക്സസൈസിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് 2 പിക്ചർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് 2 പിക്ചർ. ആദ്യത്തെ ഒരു പിക്ചറിനകത്ത് നമുക്കൊരു 4 സെന്റിമീറ്ററും അതിന്റെ ടാൻജന്റിന്റെ ലെന്ത് 6 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. 2 പിക്ചർ ബിലോ ദ ലൈൻ ജോയിനിങ് 2 പോയിന്റ് ഓഫ് എ സർക്കിൾ. അതായത് ഒരു സർക്കിളിലെ 2 പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ എക്സ്റ്റെൻഡ് 4 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ടാൻജന്റ് വരച്ച് അതിന്റെ നീളം നമുക്ക് 6 സെന്റിമീറ്റർ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് പിക്ചർ എന്ന് പറഞ്ഞത്. ഇനി സെക്കൻഡ് പിക്ചറിനകത്ത് ഈ പോയിന്റ്, ഈ ലൈൻ സർക്കിളിലെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്ത് എന്താണ് അനദർ 5 സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ എന്താ ഈ ലൈനും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ടാൻജന്റിന്റെ നീളം എത്ര? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 2 പിക്ചർ ഉപയോഗിച്ച് നമ്മൾ എന്താണ് ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ ടാൻജന്റിന്റെ ലെന്ത് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ഫസ്റ്റ് സർക്കിൾ നമ്മളങ്ങ് എടുത്തു. ഇവിടുന്ന് ഈ ഒരു പോയിന്റിന് പി എന്നും ഇതിന് ബി എന്നും ഇതിന് എ എന്നും കൊടുത്തു, ഇത് ടി എന്നും കൊടുത്തു. അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി ടി സ്ക്വയർ ആണെന്നറിയാം അല്ല? ഇതിനു മുമ്പിലുള്ള പ്രോബ്ലംസിലെല്ലാം നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. പി എൻ്റെ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് പി എ, പി എ ഇൻറ്റു ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് പി ബി ഈക്വൽ ടു എന്തായിരിക്കും? ഈ ടാൻജന്റിന്റെ ലെന്തിന് സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഏതാ? പി എ ഇൻറ്റു ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് പി എ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് പി ബി. അപ്പൊ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? പി ടി സ്ക്വയർ എന്നറിയാം. അപ്പൊ നമ്മൾ ആ ഫോർമുല റിലേഷൻ എഴുതി. ഇനി നമുക്ക് ഇവിടെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം. പി അങ്ങനെ തന്നെ നമുക്ക് അറിയാൻ പാടില്ല, അങ്ങനെ തന്നെ കൊടുത്തു. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ വന്നിട്ടില്ലേ? അത് നമ്മൾ 4 സെന്റിമീറ്റർ കൊടുത്തു. ഇനി പി ടി സ്ക്വയർ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 6 സെന്റിമീറ്റർ വന്നിട്ടുണ്ട്. അപ്പൊ 6 സ്ക്വയർ കൊടുത്തു. ഇനി പി എ നമുക്ക് അറിയാൻ പാടില്ല, അത് അങ്ങനെ തന്നെ തന്നു. അപ്പൊ പി എ ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 36 വരും. 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36. 6 ഇൻറ്റു 6 36 വരും. അപ്പൊ ഇവിടെ നമ്മൾ ആരെയാ കണ്ടുപിടിക്കേണ്ടത്? പി എനല്ലേ? അപ്പൊ ആ പി എനെ അവിടെ നിർത്തി കഴിയുമ്പോൾ 36/4 വരും. ഈ 4 ഈ 36ന്റെ താഴേക്ക് പോകും. അപ്പൊ 36/4 9 വരും. അപ്പൊ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 9 കിട്ടും. ഇവിടെ നമുക്ക് പി എ എന്ന് പറഞ്ഞാൽ നമുക്ക് 9 സെന്റിമീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി മൊത്തം എത്രയായിരിക്കും? അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് പി എ നമുക്ക് 9 സെന്റിമീറ്റർ കിട്ടിയേക്കണം. 9 സെന്റിമീറ്റർ. പി ബി നമുക്ക് കിട്ടിയേക്കണത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ഈക്വൽ ടു പി എ മൈനസ് പി ബി ആയിരിക്കും. കറക്റ്റ് അല്ലേ? അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്ന് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കുറച്ചാൽ മതി. അപ്പൊ പി എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 9, പി ബി എന്ന് പറയുന്നത് 4. 9ൽ നിന്ന് 4 കുറച്ചാൽ 5 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ ആയി. ഇനി ഇത് വെച്ച് നമ്മൾ അടുത്ത പടത്തിൽ എന്താണ്? ലെന്ത് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിക്കണം. നമ്മുടെ സെക്കൻഡ് പിക്ചറിനകത്ത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ടാൻജന്റിന്റെ ലെന്താ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ് എ ബി നമ്മൾ ഇതിനകത്ത് നിന്ന് 5 സെന്റിമീറ്റർ ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ഈ പി എ എന്ന് പറഞ്ഞ ഇത് 5ഉം ഈ 5ഉം കൂടെ കൂട്ടി എത്ര വരും? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 വരും അല്ലേ? അപ്പൊ നമുക്ക് പി ബി അറിയാം 5 സെന്റിമീറ്റർ, പി എ അറിയാം 10 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ അതൊന്ന് എഴുതി. പി എ എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ, പി ബി നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പി ടി അല്ലേ? അപ്പൊ പി ടി എന്ന് പറഞ്ഞതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി ടി സ്ക്വയർ കൊടുത്തു. പി എ എന്ന് പറഞ്ഞാൽ എത്ര? 5 5 10 അല്ലേ? അപ്പൊ ഇത് 10 കൊടുത്തു. ഇൻറ്റു പി ബി 5 ഈക്വൽ ടു പി ടി സ്ക്വയർ വരും. 10 ഇൻറ്റു 5 50 വരും. 50 ഈക്വൽ ടു പി ടി സ്ക്വയർ വരും. അപ്പൊ പി ടി എന്ന് പറഞ്ഞാൽ എത്ര വരും മക്കളെ? √50 വരും.